എടാ എമ്പുരാൻ എന്ത് മേക്കിംഗ് ആടത്, കിടിലം പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഇത്രയും മേക്കിംഗ് ഒരു പടം ഇറങ്ങിയിട്ടില്ല. എടാ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ഈ പടത്തിൽ ലാലേട്ടൻ എവിടെ? ലാസ്റ്റ് വന്ന് പൃഥ്വിരാജ് സ്കോർ ചെയ്ത് പടം അങ്ങ് കൊണ്ടുപോവാ. ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോൾ പോലെ ഇടയ്ക്കും തലയ്ക്കും വന്നിട്ട് പോകുന്നു. എടാ ക്ലൈമാക്സിൽ ലാലേട്ടനും പൃഥ്വിരാജ് ഒരുമിച്ച് നിന്ന് അടിച്ച്, പിന്നെ ലാലേട്ടന്റെ എൻട്രി, കിടിലൻ എൻട്രി. എന്തൊരു എൻട്രിയാ! ഞാൻ ഇന്നേ വരെ മലയാള സിനിമ ഇതുപോലൊരു എൻട്രി കണ്ടിട്ടില്ല. പിന്നെ ജംഗിൾ ഫൈറ്റ് സീൻ, ആ സീൻ കണ്ടിട്ട് രോമം താന്നിട്ടില്ല. കിടിലൻ സീൻ. എടാ നീ പറഞ്ഞ പോലെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. മേക്കിംഗ് എനിക്കൊരു ക്വാളിറ്റി കുറവ് പറയാനില്ല. എടാ പക്ഷേ ഇല്ലേ, കഥ ഫുള്ള് പോയടാ. ഈ ആവശ്യമില്ലാത്ത ഈ പൊളിറ്റിക്സ് എല്ലാം ഇവിടെ കുത്തിക്കയറ്റി ഈ കഥ ഇത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? മൊത്തം ലാലേട്ടന് സീനേ ഇല്ല പടത്തിൽ. പൃഥ്വിരാജ് വന്ന് ലാസ്റ്റ് തൂക്കുക പടം. എന്തു കാണിച്ചു വെച്ചേക്കുന്നേ? ലാലേട്ടൻ ഫാൻസിനൊക്കെ എവിടാ തൃപ്തി കിട്ടുന്നേ? ഈ ഡീഗ്രേഡ് ചെയ്യുന്നവന്മാരൊക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ദിവസം തന്നെ ഇത്രയും മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു പടം ഇത്രയും കളക്ഷൻ കയറിയിട്ടുണ്ടോ? നീ ബഡ്ജറ്റിൻ്റെ കാര്യം വിട്. ആദ്യം ആൾക്കാർ സിനിമയെ കാണട്ടെ. എനിക്കാണെങ്കിൽ സമയമില്ല. നീ ജോർജിൻ്റെ എൻ്റെ കാര്യം പറയാനല്ലേ വന്നേ? ഓഹ്, അവൻ്റെ കാര്യം പറയാതിരിക്കണ ഭേദം. പറയണ്ട. അതല്ല, അവനെ കൊണ്ട് ഞാൻ തോറ്റ്. എടാ അവനോട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചോദിച്ചാലും അതിനെക്കുറിച്ച് അവന് 100 ഡൗട്ടാണ്. അവൻ്റെ ഡൗട്ട് ഞാനങ്ങ് ക്ലിയർ ചെയ്ത് ചത്ത്. അവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നാലോ അവന് ജോർജ് വരുന്നു. അവൻ വരുമ്പോൾ അവനോടൊന്നും മിണ്ടാൻ നിൽക്കില്ല, മൈൻഡ് ചെയ്യാതെ നിൽക്കാം. മിണ്ടിയാൽ പിന്നെ അവൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ നമുക്ക് നേരം കാണത്തുള്ളൂ. ഇമാർക്ക് ജോലിയും കൂലിയൊന്നുമില്ലേ? അമ്പു, നീ എന്ത് ഇവിടെ നിൽക്കുന്നേ? ഓ, ഞങ്ങളിവിടെ ഓരോന്ന് സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ നിനക്കെന്താടാ പ്രാന്തു? ഞാൻ മാത്രോ? എടാ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ IPL കാണാൻ പോകുന്നു. ഈ സാല കപ്പ് ഞങ്ങൾക്ക്. എന്താടാ നീ നോക്കുന്നേ? അല്ല, ഇവിടെ വേറൊരുത്തരോട് ഉണ്ടായിരുന്നു. വേറൊരാളും കൂടെ ഉള്ളല്ലടാ ഞാൻ. അല്ല, വേറൊരുത്തരോട് ഉണ്ടായിരുന്നു. കഥകളി കളിക്കുന്നു. എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തലേ തേങ്ങ വില വീണോടേ. എടാ ഈ രണ്ടായിട്ടുള്ളവരെ ഒന്നായിട്ട് കാണുന്നതും ഒന്നായിട്ടുള്ളവരെ രണ്ടായിട്ട് കാണുന്നതും. നമുക്കെന്താ ഡോക്ടറിനെ കാണാൻ പോയല്ലോ? എടാ ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. എടാ ഇത് അത് തന്നെയായിരിക്കും. അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയേ. അതൊരു പൈനോ. അയ്യോ ഓടാ തെണ്ടി, നിനക്ക് പ്രാന്താടാ പന്നി.